എ കോൺസെപ്റ്റ് എ ഡി സീരീസ് ഡേ 6. ഇന്ന് നമ്മൾ രണ്ട് കോൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് അബൌട്ട് ഐസോസെലസ് ട്രയാങ്കിൾ ആൻഡ് ദ നെക്സ്റ്റ് വൺ അബൌട്ട് ക്വാഡ്രിലാറ്ററൽ. സോ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ്സ് ഈക്വലായ ട്രയാങ്കിളിന് ഐസോസെലസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ രണ്ട് ആംഗിൾസും ഈക്വലാണ്, ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്. ഈക്വൽ സൈഡിന് എ എന്നും അൺഈക്വൽ സൈഡിനെ ബി എന്നും ഡിനോട്ട് ചെയ്തു, ഓർ ബേസിനെ ബി എന്നും ഡിനോട്ട് ചെയ്തു. ഐസോസെലസ് ട്രയാങ്കിളുടെ കാര്യമായതുകൊണ്ട് ഇവിടെ ഹൈറ്റിനെ മീഡിയൻ എന്നും പറയാം. സോ ഹൈറ്റിൻ്റെ ഫോർമുല √(a²-b²/4). അതുപോലെ തന്നെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ഹാഫ് ഇൻറ്റു ബേസ് ബി ഇൻറ്റു √(a²-b²/4). അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ b/4 ഇൻറ്റു √(4a²-b²), where a is equal side and b is the unequal side or the base. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇനി സെക്കൻഡ് കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ക്വാഡ്രിലാറ്ററൽ. എനി 4-sided ഫിഗർ ഇസ് കോൾഡ് എ ക്വാഡ്രിലാറ്ററൽ. അതിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് സ്ക്വയർ, റെക്ടോ, പാരലലോഗ്രാം എക്സെട്ര. സോ ഒരു ജനറൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കാണാൻ തന്നാൽ നമ്മളതിൽ ഡയഗണൽ ഉണ്ട്, രണ്ട് ഹൈറ്റ് ഉണ്ട്. ദെർഫോർ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡയഗണൽ ഇൻറ്റു h1 + h2, അതായത് ഹാഫ് ഇൻറ്റു ഡയഗണൽ ഇൻറ്റു സം ഓഫ് ദ ഹൈറ്റ്സ്. അങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. താങ്ക് യു.